ഹായ് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് പ്രോപ്പർട്ടീസ് ഓഫ് ലിമിറ്റ് ഓഫ് സീക്വൻസസിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്കൊന്ന് ഓടിപ്പിച്ച് നോക്കാം. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എ എൻ പ്ലസ് ബി എൻ എന്ന് പറയുന്നത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എ എൻ പ്ലസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ബി എൻ എന്നാണ്. അതേപോലെ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സി എ എൻ ഈക്വൽ ടു സി ഇൻറ്റു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എ എൻ. മൂന്നാമത് വരുന്നത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എ എൻ ബി എൻ ഈക്വൽ ടു limit n tends to infinity a n into limit n tends to infinity b n, and the fourth one limit n tends to infinity b n not equal to 0യും b nകൾ ഒന്നും തന്നെ 0 അല്ലാതിരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, അപ്പോൾ b nകൾ ഒരു നോൺ സീറോ സീക്വൻസ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് n tends to infinity a n by b n എന്ന് പറയുന്നത് ലിമിറ്റ് n tends to infinity a n ഡിവൈഡഡ് ബൈ ലിമിറ്റ് n tends to infinity b n ആയിരിക്കും. ഇനി അതേപോലെ എഫ് കണ്ടിന്യൂസ് ആണെങ്കിൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എ എൻ ഈക്വൽ ടു എഫ് ഓഫ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എ എൻ എന്നാണ്. അതേപോലെ ലിമിറ്റ് ഓഫ് എ കോൺസ്റ്റൻറ്റ് ഈസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ കോൺസ്റ്റൻറ്റ് സീക്വൻസിൻ്റെ ലിമിറ്റ് എന്തായിരിക്കും? ആ കോൺസ്റ്റൻറ്റ് വാല്യൂ എന്താണോ അത് തന്നെയായിരിക്കും. അതേപോലെ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n എന്ന് പറയുന്നത് 0 ആണ്. ആൻഡ് ഈ ഫംഗ്ഷൻ ആസ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എല്ലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എൻ. ഇപ്പോൾ ആലോചിച്ച് നോക്കാം, ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/x എവിടേക്കാണ് കൺവേർട്ട് ചെയ്യുക? നമ്മൾ ലിമിറ്റിൽ പഠിച്ചത് 0യിലേക്കാണ് അല്ലേ? അപ്പോൾ സിൻസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1/x ഈക്വൽ ടു 0, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n എവിടേക്ക് കൺവേർട്ട് ചെയ്യുന്നു? 0യിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാം. അതേപോലെ മോഡ് ആർ ലെസ് ദാൻ 1 ആണെങ്കിൽ ഈ ജോമെട്രിക് പ്രോഗ്രഷൻ അല്ലെങ്കിൽ ജോമെട്രിക് സീരീസിൻ്റെ ലിമിറ്റ് 0 ആയിരിക്കും. ഇഫ് മോഡ്ലെസ് ഓഫ് ആർ ലെസ് ദാൻ 1, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ആർ റേസ് ടു n ഈക്വൽ ടു 0. അതേസമയം ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ ആ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ സീക്വൻസ് ഡൈവേർജ് ചെയ്യുന്നു എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ വി ഹാവ് ദ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇവിടെ നോക്കാം, ഈ ക്വസ്റ്റ്യനകത്ത് ഈ ടൈപ്പ് ഇത് നമ്മൾ ഓരോന്നും ഡീൽ ചെയ്യുന്നത് ഈ പറഞ്ഞ ഓരോ പ്രോപ്പർട്ടിയും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നോക്കാം, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n-1/n. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുത്ത് നോക്കൂ. അപ്പോൾ അതിനകത്ത് നമുക്ക് എന്തുണ്ട്? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n-1/n ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൽ ഉപയോഗിക്കുന്ന തിയറം അല്ലെങ്കിൽ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പോയിൻ്റാണ്. നമ്മളപ്പോൾ ഇവിടെ ഈ സെക്ഷനിൽ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ഈ ഒരു കാര്യമാണ്. എന്താണ്? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ആ ഒരു ഐഡിയയാണ് നമ്മളിവിടെ ഈ പ്രോബ്ലത്തിൽ യൂസ് ചെയ്യുന്നത് വിത്ത് പ്രോപ്പർട്ടി 1, 2, 3 ആൻഡ് 4. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n-1 ഡിവൈഡഡ് ബൈ n. അപ്പോൾ ഇവിടെ നമ്മൾ n-1 ഡിവൈഡഡ് ബൈ എന്നിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുക? അപ്പോൾ ഇവിടെ നോക്കുക, n-1 ഡിവൈഡഡ് ബൈ n ഈക്വൽ ടു n/n മൈനസ് 1/n, ദാറ്റ് ഈസ് 1 - 1/n എന്നെടുക്കാം. അതാണ് നമുക്കിവിടെ കിട്ടിയത്. അങ്ങനെയാണ് ഇത് കിട്ടുന്നത് കേട്ടോ, 1 - 1/n. എന്നിട്ട് നമ്മൾ ലിമിറ്റിൻ്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി അത് അപ്ലൈ ചെയ്യുന്നു, അല്ലെങ്കിൽ സീക്വൻസ് ഓഫ് ലിമിറ്റ്സിൻ്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി. അപ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 മൈനസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n. അപ്പോൾ ഒരു കോൺസ്റ്റൻറ്റിൻ്റെ ലിമിറ്റ് ആ കോൺസ്റ്റൻ്റ് n, അപ്പോൾ 1. അതുപോലെ 1/nൻ്റെ ലിമിറ്റ് എന്താ? 0. അപ്പോൾ 1 - 0 ഈക്വൽ ടു 0. കാണുമ്പോൾ വളരെ എളുപ്പമായിട്ട് തോന്നുന്നുണ്ടാവും, പക്ഷേ നിങ്ങൾ എഴുതി നിങ്ങൾ സ്വയം ചെയ്ത് നോക്കണം. ഓക്കെ. ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 3n + 1 × n-2 ഡിവൈഡഡ് ബൈ n × n + 3. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത്, ഇവിടെ നമുക്ക് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. തൽക്കാലം നമ്മൾ ഈ ഓരോന്നിന്നും, അതായത് ഈ ബ്രാക്കറ്റിൽ നിന്ന് ഒരു n പുറത്തെടുക്കുക, ഈ ബ്രാക്കറ്റിൽ നിന്ന് n പുറത്തെടുക്കുക, ഈ ബ്രാക്കറ്റിൽ നിന്നും n പുറത്തെടുക്കുക. അതെങ്ങനെ ഈ n പുറത്തെടുക്കുക? നമ്മളതെങ്ങനെയാണ് ചെയ്യുക? എന്ത് ചെയ്യും നോക്കൂ, 3n ഞാനിപ്പോൾ ഇവിടുന്ന് നമ്മുടെ 3n + 1 നിന്ന് n കോമൺ ആയിട്ട് പുറത്തെടുത്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവുക? n × 3
പ്ലസ് 1/n എന്ന് കിട്ടും. അതെന്താ ചെയ്തത്? നമ്മൾ എന്നിനെ പുറത്തെടുക്കുമ്പോൾ 3 n എടുത്താൽ 3 കിട്ടും. 1 n എടുക്കുമ്പോൾ 1/n ആവും. ഇനി n കൊണ്ട് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടും കേട്ടോ. ഇനി അതേപോലെ n-2 എന്താ വരിക? n ഇൻറ്റു 1 - 2/n. അതേപോലെ ഡിനോമിനേറ്ററിലെ n+3 ആരാവും? n+3 = n ഇൻറ്റു 1 + 3/n. കണ്ടോ? ഇതാണ് അവരാ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നോക്കുക, ഇപ്പം ന്യൂമറേറ്ററിൽ നമ്മൾ ഇതുപോലെ എടുക്കുമ്പോൾ ഇവിടെ ഒരു n ഉണ്ട്, ഇവിടെ ഒരു n ഉണ്ട് അല്ലേ? ന്യൂമറേറ്ററിൽ നമ്മൾ എന്നിനെ പുറത്തെടുക്കുക എന്ന് വിചാരിക്കുക. ഇതും ന്യൂമറേറ്ററിലെ ഒരു n ആണ്, ഇതും ന്യൂമറേറ്ററിലെ ഒരു n ആണ്. അപ്പോൾ ന്യൂമറേറ്ററിൽ എന്ത് വരും? ശരിക്കും ഇവിടെ നമുക്ക് എഴുതുമ്പോൾ ഒരു n² / n² കൂടെ വരും. അതായത് ഈ ഒരു n-ഉം നമ്മൾ ഈ എടുക്കുന്ന n-ഉം കൂടി ഡിനോമിനേറ്ററിൽ n². ഇവരെ രണ്ടുപേരും ക്യാൻസൽ ചെയ്ത് പോയതിന് ശേഷമാണ് ലിമിറ്റ് n → ∞ 3 + 1/n ഇൻറ്റു 1 - 2/n ഹോൾ ഡിവൈഡഡ് ബൈ 1 + 3/n എന്ന് കിട്ടുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യും? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ലിമിറ്റിനെ സ്പ്ലിറ്റ് ചെയ്യുക. കാരണം 1 + 3/n ഒരിക്കലും എന്താവില്ല? 0 ആവില്ല. അതിൻ്റെ ലിമിറ്റും എന്തല്ല? 0 അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ന്യൂമറേറ്ററിലേക്കും ഡിനോമിനേറ്ററിലേക്കും നമ്മളിവിടെ ചെയ്ത പോലെ നമുക്ക് ആരെ സ്പ്ലിറ്റ് ചെയ്യാം? ലിമിറ്റിനെ സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ ഇനി ന്യൂമറേറ്റർ ശരിക്കും ഇവിടെ അപ്പോൾ ഒരു സ്റ്റെപ്പ് ഇടയിൽ വേണമെങ്കിൽ ലിമിറ്റ് n → ∞ 3 + 1/n ഇൻറ്റു 1 - 2/n ഹോൾ ഡിവൈഡഡ് ബൈ ലിമിറ്റ് n → ∞ 1 + 3/n. ഡിനോമിനേറ്ററിൽ ഇനി ഫർദർ ഒന്നും ചെയ്യാനില്ല. പക്ഷേ ന്യൂമറേറ്ററിൽ an ഇൻറ്റു bn ഫോമിലാണ്. അപ്പോൾ ലിമിറ്റിനെ അവിടെയും നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ ലിമിറ്റ് n → ∞ 3 + 1/n ഇൻറ്റു ലിമിറ്റ് n → ∞ 1 - 2/n ഹോൾ ഡിവൈഡഡ് ബൈ ലിമിറ്റ് n → ∞ 1 + 3/n. അപ്പോൾ നമ്മളിതിൽ ഓരോന്നിനും ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ഇവിടെ 1/n 0 വരും, ഇവിടെ 2/n-ൻ്റെ ലിമിറ്റ് 0 വരും, ഇവിടെ 3/n-ൻ്റെ ലിമിറ്റ് 0 വരും. അപ്പോൾ 3 × 1 ഡിവൈഡഡ് ബൈ 1 ദാറ്റ് ഈസ് 3. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലിമിറ്റ് n → ∞ sin πn ഡിവൈഡഡ് ബൈ 2n + 1. അപ്പോൾ ഇവിടെ നോക്കുക, ഈ സൈൻ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ആണല്ലേ. ഇതിൻ്റെ ലിമിറ്റ്, ഈ സീക്വൻസിൻ്റെ ലിമിറ്റ് അല്ലെങ്കിൽ ഈ ഫംഗ്ഷൻ്റെ ലിമിറ്റ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും എന്നാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കുക, നമ്മൾ നേരത്തെ ഒരു പ്രോപ്പർട്ടി പറഞ്ഞിരുന്നു. ലിമിറ്റ് n → ∞ f(an) = f of limit n → ∞ an എന്നാണ്. എപ്പോഴാണ്? ലിമിറ്റ് n → ∞ an-ൽ f കണ്ടിന്യൂസ് ആണെങ്കിൽ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ലിമിറ്റ്. ഈ പ്രോപ്പർട്ടി ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഹിയർ ദി പ്രോപ്പർട്ടി 5 ആണ് നമ്മളിവിടെ പറയുന്നത്. ഇഫ് f ഈസ് കണ്ടിന്യൂസ് അറ്റ് ലിമിറ്റ് n → ∞ an then ലിമിറ്റ് n → ∞ f of an = f of limit n → ∞ an. അപ്പോൾ അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? അതെ, നമ്മുടെ ഈ ലിമിറ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ ലിമിറ്റ് n → ∞, ഇവിടെ an ആരാണ്? πn ഡിവൈഡഡ് ബൈ 2n + 1. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഈ 2n + 1 നിന്ന് n പുറത്തെടുക്കുക. അപ്പോൾ എന്താ കിട്ടുക? n ഇൻറ്റു 2 + 1/n. ന്യൂമറേറ്ററിൽ ഒരു n ഉണ്ടായിരുന്നു, ഡിനോമിനേറ്ററിൽ ഒരു n ഉണ്ടായിരുന്നു, അത് രണ്ടും ക്യാൻസലായി പോവും. π/2. അപ്പോൾ π/2-ൽ നമ്മുടെ സൈൻ എന്താണ്? കണ്ടിന്യൂസ് ആണല്ലേ. സൈൻ എല്ലാ റിയൽ നമ്പറുകളിലും കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് π/2-ലും കണ്ടിന്യൂസ് ആണ്. നമുക്ക് വാല്യൂ വരെ അറിയാം. അപ്പോൾ ലിമിറ്റ് n → ∞ sin πn ഡിവൈഡഡ് ബൈ 2n + 1 എന്ന് നമുക്ക് എന്ത് എഴുതാം? ലിമിറ്റ് n → ∞ f of πn ഡിവൈഡഡ് ബൈ 2n + 1 എന്ന് എഴുതാം. ദാറ്റ് ഈസ് f of ലിമിറ്റ് n → ∞ πn ഡിവൈഡഡ് ബൈ 2n + 1, അതായത് f of π/2. ഇവിടെ നമ്മൾ f of x = sin x എന്ന് കൊടുത്ത കാരണം നമുക്ക് എഴുതാൻ എളുപ്പത്തിനാണ് നമ്മൾ f എന്നൊക്കെ എഴുതണം കേട്ടോ. വേണമെങ്കിൽ സൈൻ തന്നെ എഴുതാം, നോ പ്രോബ്ലം. അപ്പോൾ sin π/2, sin π/2-ൻ്റെ വാല്യൂ എത്രയാണ്? 1. അപ്പോൾ നമുക്ക് അതും കിട്ടി. ഇനി രണ്ടാമത്തെ ഫംഗ്ഷൻ, ആ രണ്ടാമത്തെ ഫംഗ്ഷൻ ഒന്ന് നോക്കൂ. അതിനകത്ത് മുകളിലൊരു ഹോൾ സ്ക്വയർ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് കാണാൻ മറക്കരുത്. ഇതിവിടെ ഒരു ഹോൾ സ്ക്വയർ കിടപ്പുണ്ട്, അതിനെ വിട്ടുപോകരുത്. അപ്പോൾ ഇവിടെയും നമ്മൾ ചെയ്യേണ്ടത് എല്ലാ ടേമിൽ നിന്നും ആദ്യം n² പുറത്തെടുക്കുക. അതായത് ഇവിടെ n² പുറത്തെടുക്കുക, ഇവിടെ നിന്ന് n² എടുക്കുമ്പോൾ ബൈ n², ഇവിടെ നിന്ന് n² എടുക്കുമ്പോൾ ബൈ n², ഇതൊന്ന് n പുറത്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കട്ട് ചെയ്ത് കളയാനുള്ള ഒരു ടേം കിട്ടും.
ഇവിടെയും നമുക്ക് അങ്ങനെ കിട്ടും. ഇതിന് മാത്രമല്ല, നമ്മളൊരു പ്രോപ്പർട്ടി നേരത്തെ പറഞ്ഞ പോലെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നെടുക്കുക. എന്നിട്ട് നമ്മൾ ബാക്കി ചെയ്യേണ്ടാവുക. നമുക്ക് നോക്കാം. യെസ്, ഇതാ കണ്ടോ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നെടുത്തിട്ടാണ് നമ്മൾ ബാക്കി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ബൈ ദ പ്രോപ്പർട്ടീസ് ഓഫ് സീക്വൻസസ് ഓഫ് ലിമിറ്റ് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഇതവിടെ കിടക്കട്ടെ, നമ്മളത് സ്ക്വയർ തൽക്കാലം എടുക്കുന്നില്ല. അപ്പോൾ നമ്മളിതിനെ സ്പ്ലിറ്റ് ചെയ്ത് വരുമ്പോൾ 3n² ബൈ -2n + 1 ഹോൾ ഡിവൈഡഡ് ബൈ n × n + 1 മൈനസ് ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി n × n + 2 ഡിവൈഡഡ് ബൈ n + 1 × n + 3. അപ്പോൾ ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 3 - 2 × 1/n പ്ലസ് ഇത് n² പുറത്തെടുക്കാൻ വേണ്ടി നമ്മൾ ത്രൂ ഔട്ട് n² കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ എന്തുണ്ടായി, 2 × 1/n പ്ലസ് 1/n² ഹോൾ ഡിവൈഡഡ് ബൈ 1 + 1/n മൈനസ് ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 1 + 2/n. അത് എവിടെ നിന്നാണ് വന്നേ? ഇവിടെ ഒരു n ഉണ്ടായിരുന്നു, ഇതിൽ നിന്ന് ഒരു n പുറത്തെടുത്തു. അപ്പോൾ എന്താ, 1 + 2/n കിട്ടി. n² × 1 + 2/n ഡിവൈഡഡ് ബൈ n² ഇൻറ്റു ഇതിൽ നിന്ന് n പുറത്തെടുക്കുന്നു, അപ്പോൾ 1 + 1/n, ഇതിൽ നിന്ന് n പുറത്തെടുക്കുന്നു, അപ്പോൾ 1 + 3/n. അപ്പോൾ n² × 1 + 1/n ഇൻറ്റു 1 + 3/n. ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്ത് നോക്കൂ. അപ്പോൾ എന്താ കിട്ടുക, ഇവിടെ 3 ബാക്കി ഉണ്ടാവും, ബാക്കി ഇതെല്ലാം 0 ആവും. 3/1 മൈനസ് 1/1, ദാറ്റ് ഈസ് 3 - 1 = 2. അപ്പോൾ ഇവിടെ നോക്കുക, ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 1/n ഉം ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 1/n² 0 ആണ് കേട്ടോ. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x² ആണ് നമ്മുടെ ഫംഗ്ഷൻ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ക്വാണ്ടിറ്റിയെ നമുക്ക് എന്തെന്ന് എഴുതാം, എഫ് ഓഫ് ദിസ് എന്ന് എഴുതാം, ആണല്ലോ. അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x² ആണെങ്കിൽ എഫ് ഓഫ് ഈ വലിയ എക്സ്പ്രഷൻ ഈക്വൽ ടു ഈ എക്സ്പ്രഷൻ്റെ സ്ക്വയർ. അപ്പോൾ ഈ എക്സ്പ്രഷൻ്റെ സ്ക്വയർ ഈക്വൽ ടു ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ദിസ് എക്സ്പ്രഷൻ. അപ്പോൾ എഫ് ഓഫ് ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ഇതെന്ന് എടുക്കാം. ഈ ലിമിറ്റ് എത്രയായിരുന്നു, നമ്മൾ സിംപ്ലിഫൈ ചെയ്തു അല്ലേ, ഈ ലിമിറ്റ് എത്രയായിരുന്നു, 2 ആയിരുന്നു. അപ്പോൾ എഫ് ഓഫ് 2 ദാറ്റ് ഈസ് 2² = 4. അപ്പോൾ എത്ര സിമ്പിളായിട്ടാണ് നമ്മൾ ചെയ്തത്. അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു, ഇതിൻ്റെ സ്ക്വയർ കണ്ടുപിടിച്ച് എന്തോരം വലിയ പ്രോസസ്സല്ലേ, അതൊന്നും ചെയ്യേണ്ടി വന്നില്ല. പകരം എഫ് ഓഫ് എക്സിനെ x² ആയി കൺസിഡർ ചെയ്തിട്ട് ചെയ്യാൻ പറ്റണം. അടുത്തത് നോക്കാം, പ്രോബ്ലം 6. പ്രൂവ് ദാറ്റ് ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി r⁻n എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു. എന്താണ്, ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി r⁻n ഈസ് ഈക്വൽ ടു 0 ഇഫ് മോഡ് r ലെസ് ദാൻ 1 എന്നൊക്കെ. അപ്പോൾ അത് പ്രൂവ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നോക്കാം, നമ്മൾ ആദ്യം r greater than 1 ആണ് സപ്പോസ് ചെയ്യുക. അപ്പോൾ r greater than 1 ആണെങ്കിൽ r-നെ നമുക്ക് 1 പ്ലസ് ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റീന്ന് എഴുതിക്കുക. അപ്പോൾ അതായത് നമ്മുടെ 1.5. അപ്പോൾ 1.5 ഈസ് ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ 1.5ന് നമുക്ക് 1 + 0.5 എന്ന് എഴുതിക്കൂടെ. അപ്പോൾ അതേപോലെ നമ്മുടെ r greater than 1 ആണെന്ന് സപ്പോസ് ചെയ്തിട്ട് r greater than 1 ആണെന്ന് സപ്പോസ് ചെയ്തിട്ട് r = 1 + s എന്ന് കൊടുക്കുക, വേർ s greater than 0. അങ്ങനെയാണെങ്കിൽ r⁻n = 1 + s ഹോൾ n എന്ന് എഴുതാം. ഇത് ശരിക്കും എന്താണ്, 1 + ns ഇൻറ്റു, പിന്നെ നമ്മൾ ആ ബൈനോമിയൽ എക്സ്പാൻഷൻ അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്യാം. അത് എക്സ്പാൻഷൻ ഒരു പോസിറ്റീവ് ടേം വിത്ത് ഹയർ പവർ ഓഫ് s. എസിൻ്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ എങ്ങനെയായാലും r⁻n ആരേക്കാളും വലുതാണ്, 1 + ns-നേക്കാളും കൂടുതലാണ്. നിങ്ങൾ ബൈനോമിയൽ എക്സ്പാൻഷൻ എഴുതി നോക്കുക. അപ്പോൾ പിന്നെ നമുക്ക് എന്താ കിട്ടുക, അതായത് ബൈനോമിയൽ എക്സ്പാൻഷൻ വരുമ്പോൾ a + b ഹോൾ n എന്താണ്, a⁻n + nc1 ഇൻറ്റു a⁻n - 1 ഇൻറ്റു b⁻1 പ്ലസ് എക്സെട്ര എന്നും പറഞ്ഞ് നമ്മളിങ്ങനെ പോവും. അപ്പോൾ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എസിൻ്റെ പവേഴ്സിലേക്കാണ് നമ്മൾ കയറുക. 1ൻ്റെ പവറുകൾ കുറഞ്ഞു വരും. മറ്റേത് ഇപ്പോൾ a എന്തായാലും 1 ആണ്, പവറൊന്നും മാറാൻ പോകുന്നില്ല. അപ്പോൾ എസിലുള്ള കുറേ ടേംസ് ആണ് കിട്ടുക നമുക്ക്. നമ്മൾ ആ ടേംസിനെയൊക്കെ അവിടെ നിർത്തി, നമുക്ക് 1 + ns മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മളിവിടെ എന്ത് പറയുന്നു, r⁻n ഈസ് ഗ്രേറ്റർ ദാൻ 1 + ns. അപ്പോൾ ഈ ആസ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി
എസും എവിടേക്ക് പോവും? ഇൻഫിനിറ്റിയിലേക്ക് പോവും. ഹെൻസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി r റൈസ് ടു n ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. ഇനി r ഈക്വൽ ടു 1 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ r റൈസ് ടു n ഈക്വൽ ടു 1 ആയിരിക്കും. അപ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി r റൈസ് ടു n നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് എഴുതാം? 1 ആണെന്ന് എഴുതാം. ഇനി നമുക്ക് കൺസിഡർ ചെയ്യേണ്ട കേസ് r 0യ്ക്കും 1നും ഇടയിലാണ്. അപ്പോൾ ഈക്വൽ ടു 0 ലെസ് ദാൻ 1. r ഈക്വൽ ടു 0 എന്ന് വിചാരിക്കുക. അപ്പോൾ r റൈസ് ടു n ഈക്വൽ ടു 0 തന്നെയായിരിക്കും അല്ലേ? അപ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി r റൈസ് ടു n ഈക്വൽ ടു 0 എന്ന് എഴുതാം. തെറ്റൊന്നുമില്ല. അപ്പോൾ നമ്മൾ സ്പെസിഫിക് ആയിട്ട് സപ്പോസ് ചെയ്യുകയാണ് 0യ്ക്കും 1നും ഇടയിലുള്ള ഒരു നമ്പറാണ് r എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ r എങ്ങനെയാണെങ്കിലും ഒരു 1 ബൈ എക്സ് വേർ എക്സ് ഗ്രേറ്റർ ദാൻ 1 എന്ന ഫോമിലായിരിക്കും. ഈ 1 ബൈ നമ്മുടെ ഈ r ഈക്വൽ ടു എന്ന ഫോമിൽ കിട്ടും. അപ്പോൾ നമ്മളിവിടെ 1 ബൈ r എന്ന് പറഞ്ഞാൽ അതായത് 0യ്ക്കും 1നും ഇടയിലുള്ള ഏതൊരു നമ്പറും പോയിൻ്റുള്ള നമ്പറാണ് അല്ലേ? നമുക്കറിയാം പോയിൻ്റ് തുടങ്ങുന്ന നമ്പറുകൾ 1 ബൈ എടുത്താൽ അത് കൂടുക ചെയ്യുക അല്ലേ? 1 ബൈ 0.5 എന്ന് പറഞ്ഞാൽ 2 ആണ്. 1 ബൈ 0.25 എന്ന് പറഞ്ഞാൽ 4 ആണ്. അങ്ങനെ അപ്പോൾ നമ്മൾ റോ ഈക്വൽ ടു 1 ബൈ r എടുത്തു. നോർമലി അതെന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ആൻഡ് സോ വാട്ട് വി ഗെറ്റ്? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി റോ n എന്താണ് വരിക? ഇൻഫിനിറ്റി വരും അല്ലേ? r ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്ത കാര്യമാണ്. എവിടെയാണ്? നമ്മുടെ ഫസ്റ്റ് കേസിൽ നമ്മൾ പ്രൂവ് ചെയ്തതാണ് ഈ r ഈസ് ഗ്രേറ്റർ ദാൻ 1 ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി r n ഈക്വൽ ടു ഇൻഫിനിറ്റി. അപ്പോൾ സിൻസ് റോ ഈസ് ഗ്രേറ്റർ ദാൻ 1 ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി റോ റൈസ് ടു n ഈക്വൽ ടു ഇൻഫിനിറ്റി. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എന്താ ഈ റോ എങ്ങനെയാണ് എടുത്തത്? ഇവിടെ നോക്കാം, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി r റൈസ് ടു n എന്ന് പറയും. അപ്പോൾ റോ ഈക്വൽ ടു 1 ബൈ r ആണ്. അപ്പോൾ r ഈക്വൽ ടു 1 ബൈ റോ എന്ന് എഴുതാം. അപ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി r റൈസ് ടു n ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 ബൈ റോ റൈസ് ടു n. ലിമിറ്റിൻ്റെ പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്യാൻ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 ഡിവൈഡഡ് ബൈ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി റോ റൈസ് ടു n. ദാറ്റ് ഈസ് 1 ബൈ ഇൻഫിനിറ്റി എന്ന് കിട്ടും. അതെന്താണ്? 0 ആണ്. ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണുമെങ്കിലും വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നൗ പ്രോബ്ലം 7. പ്രോബ്ലം 7 നോക്കുക. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 3 റൈസ് ടു n ഇവാലുവേറ്റ് ചെയ്യണം. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി e റൈസ് ടു മൈനസ് n ഇവാലുവേറ്റ് ചെയ്യുക. ആൻഡ് തേർഡ് വൺ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി e പ്ലസ് 2 ബൈ 3 റൈസ് ടു അല്ലാതെ വേറെ ഒന്നുമില്ലല്ലോ, റൈസ് ടു 4. ഫസ്റ്റ് വൺ നോക്കാം. നമുക്കറിയാം ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി r റൈസ് ടു n എന്താണ്? ഗ്രേറ്റർ ദാൻ r ഗ്രേറ്റർ ദാൻ 1ന് ഈക്വൽ ടു ഇൻഫിനിറ്റി ആണ്. അപ്പോൾ 3 ഗ്രേറ്റർ ദാൻ 1 ആയ കാരണം ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 3 റൈസ് ടു n ഈക്വൽ ടു ഇൻഫിനിറ്റി ആയിരിക്കും. രണ്ടാമത്തെ കേസ് നോക്കൂ. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി e റൈസ് ടു മൈനസ് n. ആക്ച്വലി നമുക്കിവിടെ ഗിവൺ ആണ് e റൈസ് ടു മൈനസ് n എന്ന് പറഞ്ഞാൽ 1 ബൈ e റൈസ് ടു n എന്നാണ്. അതായത് നമുക്ക് വേണമെങ്കിൽ എഴുതാം. അപ്പോൾ നോക്കാം, e റൈസ് ടു മൈനസ് n ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ e റൈസ് ടു n. അതിന് നമുക്ക് 1 ബൈ e ഹോൾ റൈസ് ടു n എന്ന് എഴുതാം. ഇനി നോക്കുക, e ഗ്രേറ്റർ ദാൻ 1 ആണ്. അതുകൊണ്ട് തന്നെ 1 ബൈ e എന്തായിരിക്കും? ലെസ് ദാൻ 1 ആണ്. അതുകൊണ്ട് തന്നെ 1 ബൈ e ലെസ് ദാൻ 0 ലെസ് ദാൻ e ലെസ് ദാൻ 1. അതുകൊണ്ട് തന്നെ 1 ബൈ e റൈസ് ടു n എവിടേക്ക് കൺവേർജ് ചെയ്യും? 0യിലേക്ക് കൺവേർജ് ചെയ്യും. പ്രോബ്ലം നോക്കുക. സിൻസ് e ഗ്രേറ്റർ ദാൻ 1 ബൈ e ലെസ് ദാൻ 1 ആയിരിക്കും. സിൻസ് 1 ബൈ e ലെസ് ദാൻ 1 ലിമിറ്റ് ഉപയോഗിച്ച് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി e റൈസ് ടു മൈനസ് n ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 ബൈ e റൈസ് ടു n. ദാറ്റ് ഈസ് 1 ബൈ e ഹോൾ റൈസ് ടു n എന്നാണ് അവർ പറയുന്നത്, അവർ എഴുതിയിരിക്കുന്നത് കേട്ടോ. 1 ബൈ e ഹോൾ റൈസ് ടു n ഈക്വൽ ടു 0. തേർഡ് ക്വസ്റ്റ്യൻ നോക്കുക. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി e പ്ലസ് 2 ബൈ 3 റൈസ് ടു n. അതും 2 ബൈ 3യുടെ മാത്രം പവറിലാണ് n കിടക്കുന്നത് കേട്ടോ. ഇനി ഹോൾ റൈസ് ടു 4 ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. ആദ്യം നമ്മൾ അതിൻ്റെ ഉള്ളിലത്തെ ലിമിറ്റ് an, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഫംഗ്ഷൻ എഫ് ഓഫ് an, ഇവിടെ an ആയിട്ട്. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നിങ്ങൾ കൺഫ്യൂഷൻ വരാതിരിക്കാൻ ലെറ്റ് an ഈക്വൽ ടു, ഇവിടെ ഒരു അഡീഷണൽ പോയിൻ്റ് ചേർക്കുക,
ലെറ്റ് എ എൻ ഈക്വൽ ടു വാട്ട് ഇ പ്ലസ് 2/3 റേസ് ടു എൻ എന്ന് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എ എൻ കണ്ടുപിടിക്കുക. അപ്പോൾ ലിമിറ്റ് ഇ പ്ലസ് ലിമിറ്റ് 2/3 റേസ് ടു എൻ. ഈ 2/3 എന്ന് പറഞ്ഞ സാധനം ലെസ് ദാൻ 1 ആണ്. അതുകൊണ്ട് തന്നെ ലിമിറ്റ് ഇ പ്ലസ് 0 എന്ന് കിട്ടും. അപ്പോൾ ഈക്വൽ ടു ഇ. അപ്പോൾ നമ്മളിവിടെ ഫോർത്ത് പവറാണ് എടുക്കുന്നത് അല്ലേ. ഇവിടെ നമ്മുടെ ഫംഗ്ഷൻ്റെ ഫോർത്ത് പവറാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റേസ് ടു 4 എന്ന് എടുക്കാം. ദെൻ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഇ പ്ലസ് 2/3 റേസ് ടു എൻ ഹോൾ റേസ് ടു 4 ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഇ പ്ലസ് 2/3 റേസ് ടു എൻ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ എഫ് ആണല്ലോ, ലിമിറ്റ് ഉള്ളിലേക്ക് എടുക്കുക. എഫ് ഓഫ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഇ പ്ലസ് 2/3 റേസ് ടു എൻ. ആ ലിമിറ്റ് എത്രയായിരുന്നു? ഇ ആയിരുന്നു അല്ലേ. അപ്പോൾ എഫ് ഓഫ് ഇ ഈക്വൽ ടു ഇ റേസ് ടു 4. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ആ ലിമിറ്റിൻ്റെ പ്രോപ്പർട്ടീസ് വെച്ച് നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്തത് നോക്കുക, ഒരു കമ്പാരിസൺ ടെസ്റ്റ്. അപ്പോൾ നമ്മളിത് മെയിൻലി യൂസ് ചെയ്യുന്ന, എപ്പോഴും നമ്മൾ ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്യുന്നതാണ്. ഇഫ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എ എൻ ഈക്വൽ ടു 0 ആൻഡ് മോഡുലസ് ഓഫ് ബി എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എ എൻ. അതായത് നമുക്കൊരു ലിമിറ്റ്, ഒരു സീക്വൻസ് ഉണ്ട്, അത് n ടെൻസ് ടു ഇൻഫിനിറ്റിയിൽ 0യിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന കുറേ സീക്വൻസുകൾ നമ്മളിപ്പോൾ പഠിച്ചു അല്ലേ. ഒത്തിരി സീക്വൻസുകൾ നമ്മൾ കണ്ടു. അങ്ങനെയുള്ള ഒരു സീക്വൻസാണ് എ എൻ. ഇനി എന്താണ് വേറൊരു സീക്വൻസ് ബി എന്നിൻ്റെ എല്ലാ ടേമും കറസ്പോണ്ടിങ് എ എൻ സീക്വൻസ്, അതായത് B1 ഈസ് ലെസ് ദാൻ A1, B2 ഈസ് ലെസ് ദാൻ A2, B3 ഈസ് ലെസ് ദാൻ A3. അങ്ങനെ n ഈക്വൽ ടു എത്ര കൊടുത്താലും Bn ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് Bn ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് An ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ബി എന്നും എവിടേക്ക് കൺവേർജ് ചെയ്യുമെന്നാണ് പറയുന്നത്? 0യിലേക്ക് തന്നെ കൺവേർജ് ചെയ്യും. അതാണ് നമ്മളിവിടെ പറയുന്ന ഒരു തിയറം. അപ്പോൾ ഇവിടെ നമുക്ക് അതിൻ്റെ പ്രൂഫൊന്നും ആവശ്യമില്ല, നമ്മൾ ജസ്റ്റ് ആ തിയറം മാത്രം ഒന്ന് ഓർത്തിരുന്നാൽ മതി. എന്താണ്? മോഡുലസ് ഓഫ് എ എൻ ഗ്രേറ്റർ അല്ലെങ്കിൽ മോഡുലസ് ഓഫ് ബി എൻ ലെസ് ദാൻ മോഡുലസ് ഓഫ് എ എനും ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എ എൻ 0യിലേക്ക് ടെൻഡ് ചെയ്യും ചെയ്ത് കഴിഞ്ഞാൽ ബിയുടെ ലിമിറ്റും എവിടേക്ക് ടെൻഡ് ചെയ്യും? 0യിലേക്ക് ടെൻഡ് ചെയ്യും. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ടുള്ള കുറച്ച് പ്രോബ്ലംസ് രണ്ടെണ്ണേ നമ്മളിവിടെ ചെയ്യുന്നുള്ളൂ. എക്സസൈസിൽ ധാരാളം ഇങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ട്, ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇവാലുവേറ്റ് ദ ഫോളോയിങ് ലിമിറ്റ്സ്. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സൈൻ n ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ n+2. അപ്പോൾ ഇത് ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ ഇവിടെ നമ്മുടെ ബി എൻ, നമുക്ക് എപ്പോഴും തരുന്ന സീക്വൻസിനെ നമ്മൾ ബി എൻ ആയിട്ട് എടുക്കുക. കമ്പയർ ചെയ്യാൻ എ എൻ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് കൃത്യമായി അറിയണം എ എൻ എവിടേക്ക് ടെൻഡ് ചെയ്യുന്ന ആളായിരിക്കണം? 0യിലേക്ക് ടെൻഡ് ചെയ്യുന്ന ഒരു സീക്വൻസ് ആയിട്ട് എ എന്നിനെ നമ്മളാണ് ചൂസ് ചെയ്യുന്നത്. തരുന്ന സീക്വൻസിനെയാണ് നമ്മൾ ബി എൻ ആയിട്ട് സെലക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കുക, ഈ സാധനം അല്ലെങ്കിൽ ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ എൻ എന്ന് വരുന്ന ഒരു എ എൻ വേണം. ഇവിടെ ന്യൂമറേറ്റർ നോക്കുക, സൈൻ എൻ. സൈൻ എന്നിൻ്റെ മാക്സിമം വാല്യൂ, സൈൻ എക്സിൻ്റെ മാക്സിമം വാല്യൂ എത്രയാണ്? 1 ആണ് അല്ലേ. അപ്പോൾ സൈൻ എന്നിൻ്റെയും മാക്സിമം വാല്യൂ എന്തായിരിക്കും? 1 തന്നെയായിരിക്കും. അതിൻ്റെ സ്ക്വയറിൻ്റെയോ അതും 1 ആണ്. അപ്പോൾ നമ്മളിവിടെ ആദ്യം ഈ അബ്സല്യൂട്ട് വാല്യൂ എടുക്കുക. ട്രിഗ്നോമെട്രിയുടെ പ്രോപ്പർട്ടിയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മോഡുലസ് ഓഫ്, ശരിക്കും മോഡുലസ് ഓഫ് സൈൻ എൻ സ്ക്വയർ ഡിവൈഡഡ് ബൈ n+1 ഈസ് ഈക്വൽ ടു, നമ്മളിവിടെ ഒരു 2 സ്റ്റെപ്പും കൂടെ ചേർക്കുന്നത് നമുക്ക് എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ നല്ലതായിരിക്കും. ഈക്വൽ ടു മോഡുലസ് ഓഫ് സൈൻ എൻ സ്ക്വയർ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് n+2. നോക്കുക, സൈൻ എന്നിൻ്റെ മാക്സിമം വാല്യൂ 1 ആണ്, 1 സ്ക്വയറിൻ്റെ മാക്സിമം വാല്യൂ 1 ആണ്. അപ്പോൾ വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ n+2. n ഗ്രേറ്റർ ദാൻ 1 ആയ കാരണം നമുക്ക് ആ മോഡുലസ് വാല്യൂ ഒഴിവാക്കാം. ഇനി നമുക്കൊരു കാര്യം അറിയാലോ, n+2 ഈസ് ഗ്രേറ്റർ ദാൻ n ഫോർ എവരി n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പോൾ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എന്തുണ്ടാവുക? 1/n+2 ഇസ് ലെസ് ദാൻ 1/n. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അവിടെയാണ് ഈ റിലേഷൻ വരുന്നത് കേട്ടോ. ഈ റിലേഷനുള്ള കാരണമാണ് നമ്മളിവിടെ എഴുതിയത്. ഓക്കെ, അപ്പോൾ 1/n. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്ത് നോക്കൂ. സിൻസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n ഈക്വൽ ടു 0, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സൈൻ എൻ സ്ക്വയർ ഡിവൈഡഡ് ബൈ n+2 എന്ത് തന്നെയായിരിക്കും? 0 തന്നെയായിരിക്കും. ഇനി അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി -1/n + n ഡിവൈഡഡ് ബൈ n. അപ്പം നമ്മളിതിന് ആദ്യം തന്നെ ചെയ്യേണ്ടത്
സ്പ്ലിറ്റ് ചെയ്യണം. ഓക്കെ, സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? -1 ഡിവൈഡഡ് ബൈ n പ്ലസ് 1 എന്ന് എഴുതാം. എന്നിട്ട് നമ്മളിതിൻ്റെ ലിമിറ്റിലേക്ക് പോകാമെന്ന് വിചാരിക്കൂ. അപ്പോൾ ഇവിടെ നമ്മൾ ഡയറക്റ്റ് ചെയ്യുകയാണേ. അപ്പോൾ എന്താ ചെയ്യുന്നത്? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി, ഇത് നമ്മൾ പറഞ്ഞ പോലെ സ്പ്ലിറ്റ് ചെയ്തു. -1 ബൈ n പ്ലസ് 1. ഇനി നോക്കാം, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി -1 ബൈ n പ്ലസ് 1. അതിനുള്ള ഉത്തരമാണ് നമ്മൾ ഇവിടെ നിന്ന് എടുക്കുന്നത്. എന്താണ്? മോഡുലസ് ഓഫ് -1 ഡിവൈഡഡ് ബൈ n എന്ന് പറഞ്ഞാൽ എന്താണ്? 1/n ആണ്. ഈ മൈനസും മോഡുലസ് എടുക്കുമ്പോൾ 1 ആയി മാറും. 1/n 0യിലേക്ക് ടെൻഡ് ചെയ്യുന്നു. അതുകൊണ്ട് -1 ബൈ n എവിടേക്ക് ടെൻഡ് ചെയ്യും? 0യിലേക്ക് ടെൻഡ് ചെയ്യും. നമ്മൾ ആദ്യത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? 1 -1/2 1/3 -1/4 1/5 -1/6 മുകളിലും താഴത്തുമായിട്ട് എവിടേക്ക് അപ്രോച്ച് ചെയ്യുന്നു? 0യിലേക്ക് അപ്രോച്ച് ചെയ്യുന്നു. അപ്പോൾ ഇവിടെയും നമുക്ക് എന്ത് കിട്ടി? 0യിലേക്ക് കൺവേർജ് ചെയ്യുന്നത് കിട്ടി. പിന്നെ നമ്മുടെ സീക്വൻസിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻസിൽ കുറേയൊക്കെ നമ്മുടെ യുക്തിയാണ്. നമുക്ക് ബൈ ഹാർട്ട് പഠിക്കാൻ പറ്റില്ല. കാരണം ഈ (2) ഉള്ളിടത്ത് (3) (1/2) എന്നൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ തന്നെ മാറി അല്ലേ? പക്ഷേ ടെക്നിക്ക് എന്താണ്? സെയിം തന്നെയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ വലിയൊരു എക്സ്പ്രഷൻ (2) എന്ന് കണ്ടു. നമ്മൾ എന്ത് ചെയ്തു? ആ എക്സ്പ്രഷൻ്റെ ലിമിറ്റ് കണ്ടുപിടിച്ച് എഫിൻ്റെ ആ ഒരു ലിമിറ്റിൻ്റെ പ്രോപ്പർട്ടി 5ഓ 6ഓ അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ ഡെവലപ്പ് ചെയ്യുക ചെയ്തത്. നമുക്ക് അവിടെ അവർക്ക് എന്ത് ഫംഗ്ഷൻ വേണമെങ്കിലും തരാം. അവിടെ ബേസിക് ആയിട്ടുള്ള ആ ഒരു ലോജിക്ക് എന്താണ്? f(a(n) ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി f(a(n) ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി a(n) എന്ന ആ ഒരു ലോജിക്ക് നിങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യലാണ് അവരുടെ ആവശ്യം. അപ്പോൾ പ്രോപ്പർട്ടീസ് ശരിക്കും മനസ്സിലാക്കി നമ്മുടെ യുക്തിപൂർവ്വം ഏതാണോ അവിടെ ഉപയോഗിക്കേണ്ടത് എന്ന് നോക്കി ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ സെക്ഷൻ തിരിച്ച് പ്രോബ്ലം ചെയ്ത കാരണം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. നിങ്ങൾ ആ എക്സസൈസിലേക്ക് ചെന്നിട്ട് അവിടെ കുറച്ച് പ്രോബ്ലം ചെയ്ത് നോക്കൂ. അപ്പോഴാണ് നമ്മളിത് എത്രത്തോളം അണ്ടർസ്റ്റാൻഡിങ് ആണ്, അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ ആ ഒരു തിയറി ക്യാപ്ചർ ചെയ്തു, കൺസെപ്റ്റ് നമുക്ക് എത്രത്തോളം മനസ്സിലായി എന്നുള്ളത് ക്ലിയർ ആവുക. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. താങ്ക് യു.